നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. KSRTC ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര. പക്ഷേ ഇന്ന് ആരംഭിച്ചപ്പോൾ തന്നെ ഇതൊരു കല്ലുകടിയായിട്ടാണ് തോന്നുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പല ആരോപണങ്ങളും വരുന്നു, വിമർശനങ്ങൾ വരുന്നു. ഏറ്റവും ആദ്യമുള്ളത് ഈ കുറേ ബസ്സുകൾ, അതായത് ഈ 5 ബസ്സുകളിൽ 4 എണ്ണം സിറ്റി ഫാസ്റ്റ്. ഈ സിറ്റി ഫാസ്റ്റിൽ സൗജന്യ യാത്ര ഇല്ല. അതായത് ഒരു ബസ് മാത്രമേ ഓർഡിനറി, അതിന് മാത്രമേ സൗജന്യം ലഭിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ പല വിധത്തിലും ജനങ്ങളുടെ, അതായത് സ്ത്രീകളുടെ പ്രതികരണം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കല്ലുകടിയായോ? എങ്ങനെയാണ്? തീർച്ചയായും തിരുവനന്തപുരം നഗരത്തിലാണ് സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഏറ്റവും കൂടുതലുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു KSRTCയുടെ ഒരു സർവീസ് ഇടവേളകളില്ലാതെ കൂടുതൽ സർവീസുകളും നടക്കുന്നത്. ഈ ഉദ്ഘാടനം നടന്ന സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ സിറ്റി ഫാസ്റ്റ് ബസ്സുകളിൽ സൗജന്യമില്ല. അതായത് സിറ്റി ഫാസ്റ്റ് ഇന്നലെ രാത്രി തന്നെ അവർ പലതും ബസ്സിൽ സ്റ്റിക്കർ അടിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞു. സിറ്റി ഫാസ്റ്റിൽ സൗജന്യ യാത്ര കൊടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു. അത് ചെറിയ പ്രതിഷേധമൊക്കെ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ KSRTC തന്നെ വ്യക്തത വരുത്തും. ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു പ്രിയദർശിനി അങ്ങനെയാണെങ്കിൽ ഈ 3195 ബസ്സുകൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും ബസ്സുകൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ. അത് KSRTC ടൗൺ ടു ടൗൺ ബസ്സുകളിലൊക്കെ സൗജന്യം കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതൊക്കെ കൂട്ടിയിട്ടാണ് ഈ 3195 എന്ന കണക്കിലേക്ക് വരുന്നത്. പക്ഷേ സിറ്റി ബസിന്റെ ഒരു പ്രത്യേകത ഇത് കാണുമ്പോൾ ഓർഡിനറി ബസ്സാണ് തോന്നുകയും ചെയ്യും, ആൾക്കാർ കയറി ഇരിക്കും, ടിക്കറ്റ് എടുക്കും. അതുകൊണ്ടാണ് പ്രിയദർശിനി എന്ന സ്റ്റിക്കർ ഫ്രീ സർവീസ് ഉള്ളതിലും മറ്റൊരു സിറ്റി ഫാസ്റ്റ് എന്ന. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ യാത്രക്കാരൊക്കെ സിറ്റി ഫാസ്റ്റിന്, പ്രത്യേകിച്ച് ഓഫീസിൽ പോകുന്ന ആളുകളിൽ, ഓഫീസിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, അല്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ സിറ്റി ഫാസ്റ്റിനെ സമീപിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്യാറുണ്ട്. അവർക്കൊന്നും സൗജന്യം കിട്ടില്ല എന്നൊരു പരാതിയാണ് അവർ പറഞ്ഞു വരുന്നത്. ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അവർ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പിന്നെ ഒരു വലിയൊരു കല്ലുകടി ഏത് അത് നടപ്പിലാക്കുമ്പോഴും തുടക്കത്തിൽ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം, അതാണ് ഇപ്പൊ കൂടുതൽ വിവാദമായിരിക്കുന്നത്. അതായത് പുരുഷന്മാർക്ക് സൗജന്യം നൽകാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക് മാത്രം സൗജന്യം നൽകുന്നു, പുരുഷന്മാർക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല? ഈ മെൻസ് അസോസിയേഷൻ ഒക്കെ കൂടി ഇതിനു വേണ്ടിയിട്ട് പുരുഷന്മാർക്കും നൽകണമെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മറുപടി പറയുന്ന രീതിയിലാണ് VD സതീശൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ അതാണ് ഇപ്പോൾ വീണ്ടും ഒരു വിവാദമായിരിക്കുന്നത്. അതായത് പുരുഷന്മാർക്ക് സൗജന്യം നൽകിയാൽ, അതായത് മിച്ചം വരുന്ന പണം എവിടെ പോകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, സർക്കാരിലേക്ക് എവിടെ പോകുമെന്ന് അറിയാമല്ലോ, അത് സർക്കാരിലേക്ക് തന്നെ വരും. അത് വേറെ രീതിയിലാണ് വീട്ടിലെത്തില്ല. അതായത് കുടുംബത്തിന് ഉപകാരം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. സർക്കാരിന് എന്തായാലും കിട്ടും. അപ്പൊ ആ ഒരു പരാമർശം തീർച്ചയായും VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടാകരുതായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അദ്ദേഹം പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെൻസ് അസോസിയേഷന്റെ ആളുകളൊക്കെ പ്രതിഷേധവുമായി വരുന്നുണ്ട്. ആ ആളുകൾ ചിന്തിക്കണം, ഈ പുരുഷന്മാർക്ക് കൊടുത്താൽ അത് സർക്കാർ ഖജനാവിലേക്ക് വരും എന്ന് എനിക്കറിയാം. പക്ഷെ അത് വീടുകളിലേക്ക് എത്തില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ബീവറേജ് വഴി സർക്കാരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോഴും കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം എണ്ണത്തിൽ കൂടുതൽ പുരുഷന്മാർ തന്നെയാണ് ബീവറേജിൽ പോയി മദ്യമായി കഴിക്കുന്നത്. സർക്കാർ സംവിധാനം തുറന്നു വെച്ച ബീവറേജിൽ പോയിട്ടാണ് ആളുകൾ മദ്യമാകുന്നത്. ആ ടാക്സ്, വലിയ ടാക്സ് കൊടുത്തിട്ട്, ടാക്സാണ് സർക്കാരിലേക്ക് കൊടുക്കുന്നത്. ആ ടാക്സ് കേരളത്തിന്റെ സുഗമമായ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു പരാമർശം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നടത്തരുതായിരുന്നു. അദ്ദേഹം ആ പരാമർശം നടത്തിയത് പ്രതിഷേധാർഹമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വീട് നോക്കാതെ മദ്യപിക്കുന്ന ആളുകളൊന്നല്ല. ആ ബസ്സിൽ പണം കൊടുക്കുന്ന അതേ സാഹചര്യത്തിലും അവർ ബീവറേജിൽ പോയി സാധനം വാങ്ങാറുണ്ട്. ഈ ബസ്സിൽ പണം കൊടുത്തു പോകുന്ന അതേ യാത്രക്കാർ ബീവറേജിൽ പോയി മദ്യം വാങ്ങിയിട്ട് ആ പൈസ സർക്കാർ ഇതിപ്പോ ഈ ബസ്സിൽ ഒരു 10 രൂപയുടെ സൗജന്യം ലഭിച്ചിട്ട് നാളെ ഇപ്പൊ ഒരു 500 രൂപയ്ക്ക് വാങ്ങുന്ന മദ്യം 1000 രൂപയ്ക്ക് ആരും മാറ്റില്ല. ഒരു സൗജന്യം ലഭിക്കുമെങ്കിൽ ഒരു ഏറെ വന്നാൽ അത് 50-60 രൂപയല്ലേ ഒരു ദിവസം കിട്ടും.
അല്ലാണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ബസ്സിൽ യാത്ര. അതുകൊണ്ട് അത്തരം ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതായിരുന്നു എന്നതാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. അത് ആ വിഷയത്തിൽ മെൻസ് അസോസിയേഷന്റെ പ്രവർത്തകരെ ഒന്നും ഞാൻ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളൊന്നും മികച്ച പ്രവർത്തനമായി കാണുന്നൊന്നുമില്ല. പക്ഷെ ഇത്തരം ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നത്, തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിക്ക് ടിക്കറ്റ് എടുത്ത ഓർഡിനറി ബസ്സിൽ ചാലക്കുടിക്ക് ടിക്കറ്റ് എടുത്ത ഒരു വനിതയ്ക്ക് ഒരു കുറെ വനിതകൾക്ക് വനിതകൾക്ക് ടിക്കറ്റ്, അതായത് പണം കിട്ടിയില്ല, അവരുടെ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിനകത്ത്. അതെന്തായാലും ഒരു തുടക്കത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു പ്രതികരണം കണ്ടു, ബസ്സിലെ അപ്ഡേറ്റ് ആയിട്ടില്ല, അതായത് സിസ്റ്റം അപ്ഡേറ്റ് ആയിട്ടില്ല, അവരുടെ ടിക്കറ്റ് ബോർഡ് മെഷീനിൽ ഇത് വന്നിട്ടില്ല എന്നാണ് കണ്ടക്ടർ പറഞ്ഞെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കത്തിൽ എന്തായാലും ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട്, അതായത് ഇങ്ങനത്തെ ചില വിഷയങ്ങൾ പരിഹരിക്കാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിലപ്പുറം ഒരു വാർത്ത വരുന്നുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. മറ്റേ മുഖ്യമന്ത്രിയെ കടത്തിവെട്ടി ആഭ്യന്തരമന്ത്രി, അതായത് വി.ഡി. സതീശൻ ഇവിടെ തിരുവനന്തപുരത്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് തൃശ്ശൂരില് രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അതായത് മുഖ്യമന്ത്രി അവിടെ തിരുവനന്തപുരത്ത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ്, സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ഇവിടെ ആഭ്യന്തരമന്ത്രി ചെയ്തു എന്നുള്ളതാണ് ഒരു വാർത്ത വരുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രി ആവുന്നത് സംബന്ധിച്ചും ഇരുവരും തമ്മിൽ തർക്കമൊക്കെ കേരളത്തിലെ ആളുകൾക്ക് അറിയാം. അതിങ്ങനെ നീണ്ടുപോയി. ഒരുപക്ഷെ മുഖ്യമന്ത്രിയായി ചെന്നിത്തലയെ വരെ തീരുമാനിക്കുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികൾ അല്ലെങ്കിൽ വിമർശനങ്ങളും കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ഏറ്റുപിടിക്കാൻ ഇടതുപക്ഷ പാർട്ടികളും ബി.ജെ.പിയുടെ അല്ല, ഞാനത് എന്നെ സംബന്ധിച്ച് അത് അറിയാതെ പറ്റിപ്പോതാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടി കോൺഗ്രസ് ആണ്, അതുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ പണി കൊടുക്കാൻ നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സംവിധാനമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അത് വലിയ വാർത്തയായിട്ടുണ്ട്. ആ ഒരു പാർട്ടിക്കകത്ത് ഒരു പ്രശ്നങ്ങൾ എന്ന രൂപത്തിലാണ് ചില ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത നൽകിയിരിക്കുന്നത്. അതിലല്ല ഞാൻ പറയില്ലേ, KSRTCയുടെ സൗജന്യ സർവീസുമായി ബന്ധപ്പെട്ട് അത്ര എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ അതിദയനീയമാണ്, അതിലപ്പുറം ദയനീയമാണ് KSRTCയുടെ ഒരു അവസ്ഥ. വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഇതാണോ സ്ത്രീകൾക്ക് ഗ്യാരണ്ടി, ഇതാണോ എന്ന് പറഞ്ഞാൽ, അതായത് അടൂര് KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു വയോധികയെ ജീവനക്കാരൻ മർദ്ദിപ്പിച്ചു, ചൂരൽ കൊണ്ട് അടിച്ചു എന്നുള്ളൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണോ എന്താണെന്ന് അറിയില്ല, കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ എന്തായാലും ഈ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരും. അല്ല, ഇപ്പം തന്നെ മറ്റൊരു വിമർശനം വരുന്നത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് രാഹുൽ ഗാന്ധി വന്ന് പുത്തരിക്കണ്ടം മൈതാനം സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് KSRTCയിൽ സൗജന്യ യാത്ര, അതായത് ഓർഡിനറി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് പല ആളുകളും ചോദിച്ചു ഇത് നടക്കാൻ പറ്റുമോ, ഇപ്പം പറയും ഓർഡിനറിയിൽ നിന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. CPM ആ പരിപാടി ബഹിഷ്കരിച്ചത് അതുകൊണ്ടാണ്. അതോടൊപ്പം മഹിളാ മോർച്ച സമരവുമായി രംഗത്തിറങ്ങി, CPM സമരവുമായി രംഗത്തിറങ്ങും. കാരണം പറഞ്ഞ വാഗ്ദാനമല്ല പാലിച്ചതെന്നൊരു ആരോപണം വരുന്നില്ലേ. ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഒരു പദ്ധതി ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ KSRTC നഷ്ടത്തിലോടുന്ന KSRTC എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തേണ്ട സർക്കാരിന്റെ ഒരു ബാധ്യതയാണ്. ഗതാഗത മന്ത്രി CP ജോൺ ഉറക്കമില്ലാത്ത രാത്രികളാണ് അദ്ദേഹത്തിന് വരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ KSRTCയിൽ ഇപ്പൊ സൗജന്യം കൊടുത്ത് വരും മാസങ്ങളിലെങ്ങാൻ KSRTCയിൽ ശമ്പളം മുടങ്ങിയാൽ ജീവനക്കാർ സമരവുമായി രംഗത്തിറങ്ങും. KSRTCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജീവനക്കാർ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളാണ്. CPM അനുകൂല തൊഴിലാളി സംഘടനയായ CITയും CPI അനുകൂല തൊഴിലാളി സംഘടനയായ AITCയുടെ ആളുകൾ ഒരുമിച്ച് വന്നാൽ എന്തായാലും സർവീസുകളൊക്കെ മുടങ്ങും. ശമ്പളം മുടങ്ങിയാൽ ജീവനക്കാർ സമരം ചെയ്യും. കാലം ശമ്പളവും പെൻഷനും മുടങ്ങാതെ നോക്കുക എന്നുള്ളൊരു ഇതായിരുന്നു പ്രധാനമായിട്ടും. അത് മാത്രം പോരാ, ഇതിൽ വരുമാനം വേറെ രൂപത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള യാത്ര ഇത് നടപ്പിലാക്കുന്നത് കൃത്യമായിട്ട് വേണം. ഒരാൾക്ക് പോലും പൈസ വാങ്ങേണ്ടി വന്നാലും പ്രശ്നം. അതിനപ്പുറം നേരത്തെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴും KSRTCയിൽ തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങുന്ന ഒരു വിഷയം വരുമ്പോൾ അന്ന് ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾക്ക് ഒരുമിച്ചാണ് അന്ന് കോൺഗ്രസ് സംഘടനകൾ സമരം പ്രഖ്യാപിക്കുമ്പോൾ ആ സമരത്തിനെ മനസ്സുകൊണ്ടടക്കം പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ഒരുമിച്ച് സമരം CITയും INTUCയും AITUCയും BMS ഒക്കെ ഒരുമിച്ച് KSRTCയിൽ അത്തരത്തിൽ തൊഴിലാളി സംഘടന ഒരുമിക്കുക. കാരണം ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതിൽ കോൺഗ്രസ് CPM CPI എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതൊരു വലിയ വെല്ലുവിളിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കൃത്യമായി ശമ്പളം കൊടുക്കുക, പെൻഷൻ മുടങ്ങാതിരിക്കുക, അതോടൊപ്പം തന്നെ ഇതിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നതുകൂടി. ആരോ അത് കോടതിയിൽ പോയിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇത് ഭരണഘടനാ ലംഘനമാണെന്നാണ് പറഞ്ഞത്. സ്ത്രീയും പുരുഷനും തുല്യ അവകാശം നിഷേധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ പോയത്. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം. അതിനിടയ്ക്ക് മുൻ ഗതാഗത മന്ത്രി, അതായത് ഗണേഷ് കുമാർ പുതിയൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ സീറോ ടിക്കറ്റ് എടുക്കുന്ന വനിതകൾക്ക് ഈ ഇൻഷുറൻസ് കൊടുക്കുമോ എന്നുള്ളത്. അതായത് ബസ് അപകടം പറ്റിയാൽ, യാത്രക്കിടെ അപകടം പറ്റിയാൽ ഇവർക്ക് ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് വന്നത്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഓരോന്നും വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിമർശനത്തിന് വേണ്ടി. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു
അതായത് വടക്കൻ ജില്ലകളിലേക്ക് കാര്യമായി ബാധിച്ചില്ലെങ്കിലും തെക്കൻ ജില്ലകളിലെ സ്വകാര്യ ബസ് വ്യവസായത്തെ ഇത് ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നേ മതിയാകൂ. നികുതി ഇളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള നഗരങ്ങളിൽ KSRTC ബസ്സിന്റെ വ്യാപകമായ സർവീസുകളുണ്ട്. ആ നഗരങ്ങളിൽ സൗജന്യ സർവീസ് കൊടുക്കുമ്പോൾ ഓട്ടോറിക്ഷയിൽ കയറുന്ന ആളുകളുടെ എണ്ണം കുറയും. അപ്പോൾ ഓട്ടോ തൊഴിലാളികളെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അവരും നാളെ സമരവുമായി രംഗത്തിറങ്ങും. ഇതൊക്കെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ തീർച്ചയായും സർക്കാർ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാനുള്ളത്. കാരണം ഓട്ടോ തൊഴിലാളികൾ സമരവുമായി രംഗത്തിറങ്ങിയാൽ അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായും ഓട്ടോ തൊഴിലാളികൾക്ക് ആളുകളുടെ എണ്ണം കുറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തമ്പാരൂരിൽ നിന്ന് ഒരു യാത്രക്കാരൻ അല്ലെ കിഴക്കേക്കോട്ടയിൽ നിന്ന് സ്റ്റാച്യൂവിലേക്ക് പോകുന്ന യാത്രക്കാരന് സ്വാഭാവികം ഓട്ടോ വിളിച്ചു പോകുന്നതിന് പകരം KSRTC ബസ് കയറും. എന്തിനോ സൗജന്യമായിട്ട് പോകുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം വൈകിയാൽ കുഴപ്പമില്ല. ഞങ്ങൾ അതുപോലെ മെഡിക്കൽ കോളേജിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന ഒരാള് ആ രൂപത്തിൽ പോകും. അതുകൊണ്ട് ഓട്ടോ തൊഴിലാളികളെ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തില് ഇപ്പോൾ ഒരു കിഴക്കേക്കോട്ടയിൽ ഇറങ്ങി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഓട്ടോ വിളിച്ച് പല ആളുകളും പോകുന്നു. ഇനിയിപ്പോ ആറ്റുകാലേക്കുള്ള KSRTC-യിലാവും പോവുക. കാരണം അവിടേക്കൊക്കെ ഓർഡിനറി സർവീസ് ഉണ്ട്. അവരൊരു വലിയ രൂപത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ സർക്കാർ മറുപടി പറയണം. വരും ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ പ്രതിഷേധം ഉണ്ടാവും. KSRTC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിനൊക്കെ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും എല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല സമരങ്ങളുടെ വേലിയേറ്റവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സ്വകാര്യ ബസ് ചാർജുകൾ വർദ്ധിപ്പിക്കാൻ അത് കൂടുതൽ അധികം ബേർഡൻ കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയം കാര്യത്തിന് ഇപ്പൊ ചായക്ക് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ എല്ലാം വില കൂട്ടി. ഗ്യാസിന്റെ വില വർദ്ധിച്ചു. ഇതിന്റെ കൂടെ ബസ് ചാർജ് കൂടുന്നു. ഇത് വേറൊരു തരത്തിൽ സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? കാരണം ഒരു ഭാഗത്ത് സൗജന്യം കൊടുക്കുമ്പോൾ അത് മറുഭാഗത്ത് സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചാവരുത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് പറയാനുള്ളത്.